ഏറ്റവും കൂടുതൽ സംതൃപ്തി തോന്നിയ ഒരു കേസ് ഏതായിരുന്നു? അല്ലെങ്കിൽ ഒരു മൊമെന്റ് എന്തായിരുന്നു? എനിക്ക് പേഴ്സണലി സംതൃപ്തി തോന്നുന്നത് ഈ കുട്ടികളെ ഫാദേഴ്സിന് കിട്ടുമ്പോഴാണ്. അല്ലെങ്കിൽ ഫാദേഴ്സിനെ ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഫാദേഴ്സിൻ്റെ കേസ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ നോൺ കസ്റ്റോഡിയൽ പേരൻ്റ് ഉണ്ടല്ലോ, ഉം. ആ പേരൻറ്റിന് കിട്ടാതിരുന്ന ആ കുട്ടികളെ കിട്ടുമ്പോൾ അവരുടെ കണ്ണിൽ കാണാൻ നമുക്ക് ആ സന്തോഷം. അവർ പിന്നെ അങ്ങ് നയൻത് ക്ലൗഡിലാണ്. പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് പിന്നെ വെള്ളവും വേണ്ട, ഫുഡും വേണ്ട, വേറൊന്നും വേണ്ട. അവർക്ക് ആ കിട്ടാതിരുന്ന ആ കുട്ടികളെ കിട്ടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദേ ആർ, അത് പറഞ്ഞു തരാൻ പറ്റാത്തൊരു ലെവൽ ഓഫ് സന്തോഷമാണ് അവർക്ക്. അത് കാണുമ്പോഴാണ് എനിക്ക് ഞാൻ ആ ചെയ്ത ജോലി കംപ്ലീറ്റ് ആയി എന്നൊരു 100% സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നത് അവിടെയാണ്. പിള്ളേരെ കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ കാണുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. അത് ഒരു രീതിയിലും. പക്ഷെ അറ്റ് ദ സെയിം ടൈം പിള്ളേരെ ഏതെങ്കിലും ഒരു പാരൻറ്റ് ടോട്ടലി വേണ്ടാന്ന് പറഞ്ഞു പോകുന്ന കേസുകളും ഉണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഷോക്കിംഗ് ടു ഹിയർ അമ്മമാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുന്ന കേസുകൾ. അതെല്ലാം നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഇഷ്യൂ ആണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം നമ്മളിപ്പോൾ US-ലോട്ടൊന്നും പോയി കഴിഞ്ഞാൽ അമ്മമാരെ അബാൻഡൻ ചെയ്യുന്നത് ഇസ് നോട്ട് ഈവൻ എൻ ഇഷ്യൂ. ഓക്കെ, അതൊന്നും, കാരണം അവിടെ ആരും ഇമോഷണലി കാണുന്നവരല്ല. നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കഴിഞ്ഞാൽ വേറെന്തേ ഉള്ളൂ, മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. അമ്മ കഴിഞ്ഞിട്ടേ അപ്പൻ പോലും ഉള്ളൂ. അങ്ങനൊരു സൊസൈറ്റിയിൽ നമ്മളെ അങ്ങനെ പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അമ്മമാർ പിള്ളേരെ അബാൻഡൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഷോക്കിംഗ് ടു ആക്ച്വലി ഈവൻ ലിസൺ ടു ദാറ്റ്. അമ്മമാർക്ക് വേണ്ടാന്ന് പറയുമ്പോൾ എസ്പെഷ്യലി എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു ഓട്ടിസം ഉള്ളൊരു കുട്ടിയാണ്. പേരൻസ് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അമ്മയ്ക്ക് മോളെ വേണ്ട. ഷി വോണ്ടഡ് ടു റീമാരി. ഷി ജസ്റ്റ് വോണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ലീഗൽ ടൈം. അപ്പനാണ് കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ ഓട്ടിസം ഉള്ളൊരു പെങ്കൊച്ച്. അപ്പോൾ നമുക്കത് എന്തിനാണ് അമ്മമാർ വേണ്ടാന്ന് വെക്കുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, എവ്രി വുമൺ ഇസ് നോട്ട് വിർജിൻ മേരി ഓർ സീതാദേവി. ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. മക്കളെ അതുപോലെ പൊന്നുപോലെ നോക്കുന്ന അമ്മമാരും ഉണ്ട്. അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ നോക്കുന്ന അമ്മമാരും ഉണ്ട്. മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വേണ്ടാന്ന് വെച്ച് മക്കളെ ശരണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അമ്മമാരും ഉണ്ട്. ഇപ്പോൾ നല്ല പ്രായത്തിൽ ഡിവോഴ്സ് ആവുന്ന പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് വേറെ കല്യാണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവർ മക്കൾക്ക് വേണ്ടി, കൂടുതലും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ വേറെ കല്യാണം കഴിക്കാതിരിക്കും. എന്നാൽ അപ്പന്മാർ, പിള്ളേർ നാച്ചുറലി അമ്മമാരോട് ആയതുകൊണ്ടായിരിക്കാം അപ്പന്മാർ ഡിവോഴ്സ് കിട്ടിയാൽ വിത്തിൻ ദ നെക്സ്റ്റ് 6 months they'll get married.